നമസ്കാരം. 2021 ഏപ്രിൽ ആദ്യമാണ് കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലെ ആ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് നടന്ന സംഭവമാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യാൻ നേരം. അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പകൽ മുഴുവൻ വല്ലാതെ അസ്വസ്ഥത. അപ്പോൾ കോവിഡ് ഉണ്ടോ, ഭയങ്കര പ്രോട്ടോക്കോളൊക്കെ നിലനിൽക്കുന്ന സമയമാണ്. ഓഫീസിലാണെങ്കിൽ ഇങ്ങനെ വീക്കെൻഡ് മാറി ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യാൻ കയറി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഫോൺ കോൾ വന്നു, നിങ്ങൾക്ക് കോവിഡാണ് എന്ന് പറഞ്ഞ്, പോസിറ്റീവാണ് എന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നു. ഞാനിപ്പോൾ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഞാൻ മാറി താമസിച്ചു. ബാക്കി ഭാര്യയും മക്കളൊക്കെ താഴെയാണ്. അപ്പോൾ ഈ സമയത്താണ് ആ ദിവസം കഴിയുന്നതിന് മുന്നേ രാത്രി തന്നെ എനിക്ക് കോൾ വന്നു. ആശാ വർക്കറാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ്, വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുകയാണ്. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കഴിക്കാനുള്ള മരുന്നുകളുമായിട്ട് PHC നിന്ന് ആശാ വർക്കർ വന്നിട്ട് വീട്ടിൻ്റെ പുറത്ത് വെച്ച് അവിടെ മതിലിൻ്റെ മുകളിൽ മരുന്ന് വെച്ചിട്ട് അവർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയി. പിന്നെ ആശാ വർക്കർ നിരന്തരമായി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംവിധാനം നമുക്കങ്ങനെ അത്യാവശ്യം മറ്റ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ ഇതിനൊക്കെയുള്ള കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ പോലും ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ നാടിൻ്റെ ഒരു ഊർജ്ജമായി ആശാ വർക്കർമാർ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായ കാലമായിരുന്നു. ഞാനിപ്പം പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് കാലത്തിൻ്റെ മറ്റ് ദുരിതങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാലത്തിൻ്റെ കഥയൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നല്ല വരുന്നത്. ആശാ വർക്കർമാരെക്കുറിച്ച് ഇന്ന് ആലോചിക്കാനുള്ള ഒരു കാരണം ഉണ്ടായി. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന നിസാം റാവുത്തർ തിരക്കഥ എഴുതി TV രഞ്ജിത്ത് സംവിധാനം ചെയ്ത സുബീഷ് സുധി നായകനായി അഭിനയിച്ച സിനിമയാണ്. ഒരു ചെറിയ സിനിമ എന്ന മട്ടിൽ വന്നിട്ട് ഒരുപാട് തിയേറ്ററുകളിലൊന്നും സിനിമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കണ്ട സമയത്തുള്ള ഒരു ഓർമ്മ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ വീഡിയോ ആ സിനിമയെക്കുറിച്ച് പറയാനാണ്. ഈ സിനിമ പല കാരണങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഒന്ന്, അതിൻ്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു സിനിമയുടെ പേര്. ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വലിയ വാർത്തയൊക്കെയായി. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം, തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ സിനിമ റിലീസാവുന്നതിന് 2 ദിവസം മുമ്പാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആ സമയത്ത് നമ്മുടെ ഓർമ്മയിൽ ഒരു സങ്കടമായിട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വേർപാട്. ഈ പല ഓർമ്മകൾ മനസ്സിലുണ്ട്. സുബീഷ് സുധി നായകനാകുന്ന സിനിമയാണ്. നമ്മൾ പല സിനിമകളിൽ ചെറിയ ചെറിയ റോളിലും വലിയ റോളിലും ഒക്കെ കൂടെ നായകരുടെ ഒപ്പം നടക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി വലിയ തോതിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം. ഒരുപക്ഷെ എക്കാലത്തും പ്രസക്തമായ ഒരു വിഷയം, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നർമ്മത്തിലൊക്കെ പൊതിഞ്ഞ് ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഉള്ള നിരവധി രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു സർക്കാർ ഉൽപ്പന്നം കഥ പറയുന്നത്. രസകരമായ അന്തരീക്ഷം ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. കാസർഗോഡ് ജില്ലയിലെ തുരുത്തി എന്ന് പറയുന്ന ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണ്. അതൊരു കായലിൻ്റെ അരികിലുള്ള കായലോര ഗ്രാമം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് കഥ നടക്കുന്നത്. പെയിൻറ്ററായ പ്രദീപൻ, ഭാര്യ ശ്യാമ, 4 മക്കൾ, ഒരു വല്യമ്മ അടങ്ങിയ കുടുംബം. അതാണ് ഈ സിനിമയുടെ കേന്ദ്ര ബിന്ദു. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് 4 ആൺകുട്ടികളിൽ എത്തിയത് എന്ന് ആ സിനിമയിലെ പല രംഗങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും 2ൽ കൂടുതൽ ആൺകുട്ടികളുള്ള വീടുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു ആൺകുട്ടി ഉണ്ടായി, പിന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ശ്രമിച്ച് 2ാമത്തെ ആളായി, പിന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ശ്രമിച്ച് 3ാമത്തെ ആളായി. അങ്ങനെയുള്ളൊരു കുടുംബകഥ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്തുണ്ട്. നമ്മൾ പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീടാണ്. പെൺകുട്ടിക്ക് വേണ്ടി അവസാനം 4 ആൺകുട്ടികളായി, വീണ്ടും 5ാമതൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമം, അങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നൊരു കുടുംബത്തിൻ്റെ സാഹചര്യമാണ്. വളരെ രസകരമായിട്ടാണ് ഈ 4 ആൺകുട്ടികളുടെ മക്കളുടെ സാന്നിധ്യം, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടപെടൽ ഒക്കെ ആ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രദീപിൻ്റെ ഏട്ടനാണെങ്കിൽ കുട്ടികളില്ല. പ്രദീപിൻ്റെ ഏട്ടൻ സ്ഥിരമായി പ്രാർത്ഥനയുമായി പോകുന്ന ഒരു അമ്പലം ഈ നാട്ടിലുണ്ട്, മീൻമുട്ടി അമ്പലം. അവിടെ പോയി മീനിനെ പിടിച്ചിട്ട് ആ മീനിനെ കറി വെച്ചിട്ട് ഉള്ളൊരു വഴിപാടുണ്ട്. ആ വഴിപാടിന് വേണ്ടിയിട്ട് നാട്ടിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരും. അവിടെ ഒരു വെളിച്ചപ്പാടുണ്ട്. ആ വെളിച്ചപ്പാടിൻ്റെ കാര്യമൊക്കെ വളരെ വ്യത്യസ്തമായ സമകാലിക ജീവിതം നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു തരുന്നത് എന്ന് വർത്തമാന സാഹചര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന വലിയൊരു കഥാവിഷ്കാരമാണ് അവർ നടത്തുന്നത്. ഒപ്പം പ്രദീപിൻ്റെ കൂടെ പെയിൻറ്റ് പണിയെടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്, സുഭാഷിൻ്റെ കാമുകി ദിവ്യ ആശാപ്രവർത്തകയായി ജോലിയിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് ഈ സിനിമ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. ഞാൻ ദിവ്യ ആശാപ്രവർത്തകയായി സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്നുണ്ട്.
വരുന്നുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ആശാപ്രവർത്തകയുടെ കാര്യം സൂചിപ്പിച്ചത്. ആശാപ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകൾ സമൂഹത്തിൽ ചിലപ്പോൾ നമുക്ക് ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുന്നതിനും ഒക്കെയുള്ള അവരുടെ പ്രയത്നത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ വളരെ ക്രൂശിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പ്രതിനിധികളായി, ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായി അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. അവർ അനുഭവിക്കുന്ന വ്യത്യസ്ത ജീവിത സാഹചര്യം ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ചിരിയാണ് ഈ സിനിമയുടെ ഒരു വഴി, കഥ പറയുന്നതിനുള്ള വഴി. നേരെ ഓപ്പോസിറ്റായൊരു സാഹചര്യമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ചിരിയിലൂടെ അത് വളരെ രസകരമായി, ചിലപ്പോൾ ചെറിയ ചിരി, ചിലപ്പോൾ പൊട്ടിച്ചിരിയൊക്കെ ആയി. തിയേറ്ററിൽ നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട ആർടെക് മാളിലെ ഒരു തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് പോകുന്നത്. അവിടെയുള്ള ഏകദേശം 3/4 ആളുകൾ നിറഞ്ഞിരുന്നു. അധികം തിയേറ്ററിലൊന്നും സിനിമ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ആൾക്കാർ അറിഞ്ഞ് വരുന്നത് കൂടിയായിരിക്കാം. നല്ല പൊട്ടിച്ചിരികൾ, കുട്ടികളായാലും നല്ല രസകരമായി ആസ്വദിക്കുന്ന ഒരു സാഹചര്യമാണ് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത്. സുബീഷ് സുധി നായകനായി വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന കൂടി കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി നമ്മളൊരു നായക സങ്കല്പമൊക്കെ ഉണ്ടല്ലോ, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചില ആളുകൾ വരാറുണ്ട്. നമ്മൾ ഗോപിയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പുതിയ കാലത്ത് വലിയ പരീക്ഷണങ്ങൾ അത്തരത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പാരമ്പര്യമായി നമ്മൾ കാണുന്ന സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള താരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ രൂപഘടനയിലും നമ്മൾ പാരമ്പര്യമായി കരുതുന്ന ചില സങ്കല്പങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സുബീഷ് സുധിയെ പോലെ ഒരാൾ അഭിനയിക്കുന്നു എന്നുള്ളത്, എങ്ങനെ അദ്ദേഹം അത് ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഒരാകാംക്ഷയായിരുന്നു. പക്ഷേ ഒരു നാട്ടും പുറത്ത് ഒരു പെയിൻറ്റ് പണിക്കാരൻ പലവിധ പ്രാരാബ്ദങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആസ്വാദ്യകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായി അദ്ദേഹം ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പ്രദീപൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു അദ്ദേഹം തമാശയായിട്ട് ആവിഷ്കരിക്കുന്നതിനപ്പുറത്ത് നമ്മൾ കാണുമ്പോൾ അത് തമാശയായിട്ടും ചിരിക്കാനും ഒക്കെ വരുന്ന നിരവധി രംഗങ്ങൾ, അങ്ങനെയാണല്ലോ തമാശ ആസ്വാദ്യകരമാകുക. അങ്ങനെയുള്ള നിരവധി രംഗങ്ങളുണ്ട്. സുബീഷ് ഒരു നടൻ എന്നുള്ള നിലയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയശേഷി നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യ ശ്യാമയായി വരുന്ന നടി ഷെല്ലി കിഷോറാണ്. നേരത്തെ മിന്നൽ മുരളിയിലൂടെയൊക്കെ വന്ന നിരവധി സീരിയലുകളിലൊക്കെ വന്ന നടിയാണ്. ശ്യാമ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവർ ഭംഗിയായി അവതരിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് പലപ്പോഴും ഞാൻ പല സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, മലയാളത്തിൽ നായികാ ദാരിദ്ര്യം, നടദാരിദ്ര്യം എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഷെല്ലി കിഷോർ എന്ത് ഭംഗിയായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചതെന്ന് അറിയാം. പലപ്പോഴും ഈ പക്വതയുള്ള മികച്ച നായികമാരായി, അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന നായക നടന്മാർക്ക് പക്വതയുള്ള കുടുംബിനിയായിട്ടൊക്കെ അഭിനയിക്കാൻ ആളില്ല എന്നൊക്കെ സ്ഥിരം പരാതി പറയും. പക്ഷേ ഈ ഷെല്ലി കിഷോർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മിന്നൽ മുരളി കഴിഞ്ഞിപ്പോൾ ഈ സിനിമയിലും ഗംഭീരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഭാവിയിലും ഇങ്ങനെ ഒരു നടി സിനിമയിൽ ഉപയോഗിക്കപ്പെടാൻ തയ്യാറായി ഒരു പ്രതിഭ നിൽക്കുന്നു, അഭിനയ മികവുള്ള ഒരാൾ നിൽക്കുന്നു എന്നുള്ളത് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം നിരവധി നടീനടന്മാർ ഈ സിനിമയിലുണ്ട്. ആശാ വർക്കറായി ഗൗരി കിഷോർ വരുന്നുണ്ട്. നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, ഒരുപക്ഷെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലം. ഈ ഉദ്യോഗസ്ഥരൊക്കെ മനുഷ്യരാണല്ലോ. ഈ കാലത്ത് ഭരണകൂടത്തിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന, അവരുടെ ഒരു ഇടയാളായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അവർക്ക് മനസ്സുകൊണ്ട് സാധാരണക്കാരനൊപ്പം നിൽക്കുക, പൗരനൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം ധാർമ്മികമായി ഉണ്ടാവുകയും തൊഴിൽപരമായി അവർക്ക് ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. അത് ഈ സിനിമ പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ട വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? ഭരണകൂടം അവർ ചെയ്യുന്നത് ശരി തെറ്റ് എന്ന് പറയുന്ന 2 വഴികളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനിടയിൽ ചില വീഴ്ചകൾ പറ്റുമ്പോഴോ, സാധാരണ മനുഷ്യനെ കുരുക്കിലേക്ക് കൊണ്ടുപോയി തള്ളുമ്പോഴോ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ മാനുഷികമായി ഉൾക്കൊള്ളാൻ ഭരണകൂടം ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവർക്ക് വികാരങ്ങളില്ലല്ലോ. മനുഷ്യനാണ് ഇതിൻ്റെ ഇടയിലുള്ളതെങ്കിലും ഭരണകൂടം എന്ന് പറയുന്ന ഒരു അമൂർത്തമായ സങ്കല്പത്തിന് വികാരങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാവുന്നത് ഇടയിലുള്ള പല മാനുഷികമായി ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ദിവ്യ എന്ന് പറയുന്ന ഈ കഥാപാത്രം അങ്ങനെയൊരു കഥാപാത്രമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മറ്റു പല കഥാപാത്രങ്ങൾ, ഗൗരി കിഷോർ, വിനീത് വാസുദേവൻ, ഹരീഷ് കണാരൻ. ഹരീഷൊക്കെ നല്ല രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയിലാണ്, എന്നാൽ പോലും ഇതിൻ്റെ പിരിമുറുക്കത്തിനിടയിലൊക്കെ രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് അജു വർഗീസാണ്. അജു വർഗീസാണ് ഈ സിനിമയിലെ
വില്ലന്മാരിലൊരാൾ. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് വലിയ നിലയിൽ പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരാളാണ്. വീഴ്ച സമ്മതിക്കാൻ തയ്യാറില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ അജു വർഗീസ് നല്ല രസമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരാൾ അജു വർഗീസ് കൂടിയാണ്. പിന്നെ ജാഫർ ഇടുക്കി പക്ക ഒരു ലോക്കൽ സെക്രട്ടറിയായി നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. ഈ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ, അല്ലെങ്കിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാധാരണ പാർട്ടിക്കാരനുണ്ടാവും. അങ്ങനെ ഒരാളാണ് ഈ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം ഈ ഊർജ്ജസ്വലമായ മുദ്രാവാക്യങ്ങളിലൂടെയൊക്കെ പലപ്പോഴും പ്രകടിപ്പിക്കാൻ, പ്രതിഷേധ സമരങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വെമ്പലയൊക്കെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടുംപുറത്ത് കാണുന്ന പാർട്ടിക്കാരുടെ, പാർട്ടി എന്ന് പറയുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിപക്ഷ ഊർജ്ജം ഉള്ളിലിരിക്കുമ്പോഴും ഇവിടെ നമ്മളാണല്ലോ ഭരിക്കുന്നത്, അവിടെ കേന്ദ്രത്തിലുള്ള ഭരണം, ഇതിനിടയിൽ പെട്ട് ഉഴലുന്ന പല ധാർമ്മിക പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പെട്ട് ഉഴലുന്ന പാർട്ടിക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാതിനിധ്യ സ്വഭാവം ജാഫർ ഇടുക്കിക്കുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറയുമ്പം ആലോചിക്കുന്നുണ്ടാകും, ഇതെന്താ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇത്ര ആകാംക്ഷ ഉണ്ടാക്കാനുള്ള സംഭവം എന്ന് ആലോചിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരം പദ്ധതികളുടെ ഭാഗമായിട്ട് ജനസംഖ്യാ നിയന്ത്രണത്തിന് ചില പദ്ധതികൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ ഭാഗമായി സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ കടന്നു ചെല്ലുകയാണ്. അതിൽ കേന്ദ്രത്തിൻ്റെ ഏജൻസികൾക്ക് വീഴ്ച ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഭരണകൂടം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുമൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ സ്പെസിഫിക്കായ കഥയിലേക്ക് ഞാൻ വരുന്നില്ല. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ ഭരണകൂട സാഹചര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിലൂടെ പറയുന്ന ഒരു കഥയാണ്. നേരിട്ട് അത്ര സങ്കീർണമൊന്നുമല്ല, ഇത് വളരെ ലളിതമായി സാധാരണ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഞാനതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. ഭരണകൂടത്തിൻ്റെ വീഴ്ചകളും ദുരുദ്ദേശവും വരെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചുമലിലേറ്റി എങ്ങനെ അപ്രസക്തമാക്കാം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അത് വളരെ കൃത്യമായി പറഞ്ഞു തരികയാണ്. ഒരു ഭാഗത്ത് ഭരണകൂടം, ഒരു ഭാഗത്ത് ദൈവം. ഇപ്പോൾ രണ്ടാൾക്കും നേട്ടമാണ്. ഇതെല്ലാം ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ ഭരണകൂടം കണ്ടില്ലെന്ന് അടിക്കും. അപ്പോൾ അത് ആ വീഴ്ചയെ ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ അത് ഓക്കെയാണ്, അത് നമ്മുടെ ഇതിൻ്റെ ഗുണമാണ്, അതിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയും. നേരെ മറിച്ച് തിരിച്ചാവുമ്പോൾ അപ്പുറത്ത് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെയൊക്കെ നേട്ടമായി അവരാഘോഷിക്കുകയും ചെയ്യും. അതിനിടയിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ, സാധാരണ മനുഷ്യൻ കുഴപ്പത്തിലാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രദീപൻ എന്ന കഥാപാത്രത്തിൻ്റെ നേട്ടവും കോട്ടവും ഒക്കെ ചിത്രീകരിക്കുന്ന ഈ സിനിമ പറയുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ കഥ സ്പോയിലറായിട്ടൊന്നുമില്ല. ഈ പറയുന്നതൊക്കെ ട്രെയിലറിൽ പറഞ്ഞതും ഒക്കെയാണ്. അല്ലാത്തതൊക്കെ ഞാൻ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൻ്റെ, ഒരു സാധാരണ ജീവിതത്തിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ, സാധാരണ മനുഷ്യന്മാരുടെയൊക്കെ കഥയാണ്. ഈ സിനിമക്കുള്ളൊരു പ്രത്യേകത, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണുപോയിട്ട് അതിൽ നിന്നും മുക്തനായി രക്ഷപ്പെടുന്ന ഒരു നായക കഥാപാത്രം അല്ലെങ്കിൽ നായിക കഥാപാത്രം, അവരെ കൈപിടിച്ചുയർത്താൻ കൂടെ നിൽക്കുന്ന അവരുടെ സൗഹൃദ വലയം. ഇതൊരു സമീപകാലത്ത് മലയാള സിനിമയിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഉൾപ്പെടെ പറഞ്ഞ ഒരു കഥയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് പക്ഷേ മറ്റൊരു കുഴപ്പമാണ് പറയുന്നത്. ഒരു എന്താ പറയുക, അതിജീവന കഥ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണ്, ഒരു കുഴിയിൽ വീണ് രക്ഷപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കുഴി പക്ഷേ മറ്റൊരു കുഴിയാണ്, സാധാരണ ജീവിതത്തിലെ ഒരു കുഴിയാണ്, അല്ലാതെ ഫിസിക്കലായിട്ടുള്ള കുഴിയല്ല എന്നുള്ള വ്യത്യാസമാണ്. അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ കൂടെ കൈപിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഈ സിനിമ അതിൻ്റെ വളരെ പോസിറ്റീവായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഒരു കഥയാണ് കൃത്യമായി പറയുന്നത്. സിനിമയുടെ ഒരു അവസാന ഭാഗത്ത് ഒരു കോടതിയിലൂടെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്ന അയാളുടെ ആത്മാഭിമാനവും സമൂഹത്തിൽ ഉള്ള അയാളുടെ ഐഡൻറ്റിറ്റിയും ദുരുദ്ദേശപരമായി അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഭരണകൂടം തന്നെ, അതിൻ്റെ ഏജൻസികൾ തന്നെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ഈ വീഴ്ചകൾ മുഴുവൻ നിങ്ങളുടേതാണ് എന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇയാളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ വളരെ ഊർജ്ജസ്വലമായി തിരിച്ചു വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഒരു പതനത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ കുറച്ച് കോടതി രംഗങ്ങൾ കാര്യമായി തന്നെ ഈ സിനിമയിലുണ്ട്. ജോയ് മാത്യുവും വിജയ് ബാബു ഒക്കെ അവതരിപ്പിക്കുന്ന ജഡ്ജിയും വക്കീലുമൊക്കെ അവതരിക്കുന്ന ഒരു കോടതി ഭാഗം ആ സിനിമയിലുണ്ട്. ജോയ് മാത്യു വളരെ രസമുള്ള, സാധാരണ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും അയാളുടെ സാന്നിധ്യം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. എന്തെങ്കിലും ഒരു ശുഭ വാർത്ത നമുക്ക് കേൾക്കാൻ ഉണ്ട് എന്ന് നമുക്കിങ്ങനെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കഥാസാഹചര്യമാണ്. അതിനകത്ത് ആ കോടതി രംഗം ചിലപ്പോൾ നമ്മൾ ഈ നേരൊക്കെ കണ്ടിട്ടായിരിക്കും കോടതി രംഗം കുറച്ച് അമച്വറായി പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് ചിലപ്പോൾ ഈ നേര് സിനിമയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നിറച്ചും ഇങ്ങനെ കോടതി രംഗത്തിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ
അതിൻ്റേതായ ഒരു ഉയർന്ന അവതരണമൊക്കെ കണ്ടിട്ട് ശീലമുള്ളത് കൊണ്ടായിരിക്കും ഇത് അത്രയ്ക്കങ്ങ് ആയില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ വരുമ്പോൾ. പക്ഷേ നല്ല ആ കഥയുടെ ബലം കൊണ്ട് ആസ്വാദ്യതയ്ക്ക് അതൊരു തടസ്സമായിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവസാന ഒരു പോയിന്റിലേക്ക് ഈ സിനിമ എത്തിക്കുന്നുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗമാണ് ആ സിനിമയുടെ ഏറ്റവും മികച്ച ഭാഗം. കുറെ കൂടി ഈ കാര്യങ്ങളെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ, എന്താണ് സമൂഹത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്നും ഭരണകൂടം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുമൊക്കെയുള്ള സാഹചര്യത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തുകാരൻ സന്തോഷ് എച്ചിക്കാനം പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എച്ചിക്കാനം പറയുന്നത് ഇങ്ങനെയാണ്: കോടികൾ ധൂർത്തടിച്ച് ബോക്സ് ഓഫീസിൽ തകർത്താടുകയും അധിക പക്ഷവും തകർന്നടിക്കുകയും ചെയ്യുന്ന യമണ്ടൻ സിനിമകൾക്കിടയിലൂടെ അവയിലൊന്നും പെടാതെ തൻ്റേതായ വഴിയിലൂടെ അന്തസ്സോടെ നെഞ്ചുവിരിച്ച് നടക്കാനുള്ള കലാത്മകമായ കരുത്ത് ഈ സിനിമയ്ക്കുണ്ട്. താരബാഹുല്യങ്ങളില്ലാതെ മലയാളത്തിൽ കുറേ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുബീഷ് എന്ന നടനെ നായകനാക്കി വെച്ച് ചെയ്ത ഈ സിനിമ അത് കൈകാര്യം ചെയ്ത വിഷയത്തിൻ്റെ പേരിൽ നാളെ വലിയൊരു സിനിമയായി അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെയാണ് ഏച്ചിക്കാനം പറയുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി പറയാണ്. ഈ സിനിമയ്ക്ക് ആദ്യം പേരുണ്ടായിരുന്നത്, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആദ്യത്തെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. എന്നാൽ സെൻസർ ബോർഡ് റിലീസിന് തൊട്ട് മുമ്പ്, ദിവസങ്ങൾ മാത്രം മുമ്പ്, ഭാരത് എന്ന പേര് എടുത്തു കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നായി പേര് മാറിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭാരതം എന്ന് കേന്ദ്ര സർക്കാർ, BJPയുടെ കേന്ദ്ര സർക്കാർ പേര് മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ കേട്ടിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ചില തിരിച്ചറിവുകളാണ് നമുക്ക് ഈ സിനിമ തരിക. മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നതാണ് ഒരു കലാസൃഷ്ടിയെങ്കിൽ അത് അത്യാവശ്യം ഭരണകൂട വിരുദ്ധതയുടെ ഉള്ളടക്കം പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ടാവും. ആ അർത്ഥത്തിൽ ഒരു സർക്കാർ ഉൽപ്പന്നം നല്ല നിലയിൽ ഭരണകൂടം മനുഷ്യനെ ഒരു ഉപകരണമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നല്ല ഭാഷയിൽ രസകരമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യൻ വരെ എത്തിക്കുന്നതിന് ഇതിൻ്റെ ഭാവുകത്വം കൊണ്ട് കഴിയുന്നുണ്ട്. മഹത്തായ പദ്ധതികൾ പോലും വാഴ്ത്തപ്പെട്ട് കൊണ്ടാടുമ്പോഴും ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൻ്റെ നേർവിപരീത ദശയിൽ സഞ്ചരിക്കുന്ന ഒരു നാട്. ഒടുക്കം തലകുത്തനെയുള്ള റെക്കോർഡുകൾ സ്വന്തമാക്കി അതിൽ അഭിരമിക്കുന്ന ഭരണകൂടം. ജനസംഖ്യാ നിയന്ത്രണത്തിനായുള്ള മഹാപദ്ധതികൾ കൊട്ടിഘോഷിച്ച് മനുഷ്യനെ കുഴപ്പത്തിലാക്കിയിട്ടാണെങ്കിലും നടപ്പാക്കിയിട്ട് ഒടുക്കം ജനസംഖ്യാ വർധനവിൻ്റെ കാര്യത്തിൽ ചൈനയെ തോൽപ്പിച്ചതുപോലും ക്രെഡിറ്റായി തലയിൽ കെട്ടിത്തൂക്കുന്ന ഭരണകൂടവും അതിൻ്റെ ആരാധകരുമാണ് ഈ സിനിമയുടെ അന്തർധാരയായി വെളിച്ചപ്പാടിൻ്റെ രൂപത്തിൽ ഉറഞ്ഞു തുള്ളുന്നത്. പിന്നെ എങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ ദുഷ്പേര് മാറ്റാനുള്ള എളുപ്പ വഴിയായി നാടിൻ്റെ പേര് തന്നെ മാറ്റിക്കളയുന്നവർ ആ പേരിടാൻ സമ്മതിക്കുക? അവർ അതെടുത്ത് കളയാൻ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ സിനിമ ഈ മട്ടിൽ ഈ കാലത്ത് പുറത്തിറങ്ങിയല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാൻ ഈ സിനിമയുടെ അവസാനം തോന്നും. അതിനായി കുറേ പേരുടെ സമയവും പ്രതിഭയും പണവും ചെലവഴിച്ചല്ലോ എന്നത് സാധാരണ മനുഷ്യർക്കും ഒരാത്മവിശ്വാസം നൽകും. അതുകൊണ്ട് ഈ നല്ലൊരു അനുഭവം തന്നതിന് നന്ദി. ചെറുത് എന്ന് തോന്നും വിധം വലിയൊരു കാര്യം ഇത്ര വലിയൊരു രസകരമായൊരു അനുഭവമാക്കിയതിന് നന്ദി.